കഴിഞ്ഞ ക്ലാസ്സിൽ മോഹനരാഗത്തിലുള്ള വർണ്ണത്തിൻ്റെ ചിട്ടസ്വരമാണ് നമ്മൾ പഠിച്ചത്. പല്ലവി, അനുപല്ലവി, ചിട്ടസ്വരം. ഒരു വർണ്ണത്തിൻ്റെ ഘടന അനുസരിച്ചിട്ട് അടുത്ത ഭാഗം ചരണത്തിൻ്റെ സാഹിത്യവും പിന്നെ ആ സാഹിത്യത്തിന് അനുബന്ധിച്ചിട്ടുള്ള ചരണസ്വരങ്ങളുമാണ്. ഇപ്പോൾ ചരണ സാഹിത്യം നമ്മളിപ്പോൾ പഠിക്കാം. സാധാരണ വർണ്ണങ്ങളിൽ ചരണ സാഹിത്യം ഒരു താളവട്ടം ഉണ്ടാവാറുണ്ട്. ചില വർണ്ണങ്ങളിൽ 2 താളവട്ടം ഉണ്ടാവും. ഈ രാഗത്തിലുള്ള വർണ്ണത്തിൽ ചരണ സാഹിത്യം ഒരു താളവട്ടം. സന്നുതാംഗ ശ്രീനിവാസ എന്നാണ് വാക്ക്. ഗ ഗ ഗ രി ഗ പ ഗ പ ഗ ഗ ദ ദ പ ഗ ഗ ദ പ ഗ പ ഗ രി സ രി എന്നാണ്. സന്നുതാംഗ ശ്രീനിവാസ. നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ അക്ഷരങ്ങൾ കുറവായതുകൊണ്ട് 2 സ്വരം 3 സ്വരം ആയിട്ട് ഓരോ മീറ്റിൽ കൊടുത്തിട്ട് വായിക്കാം. അക്ഷരം വരുന്ന സ്വരം നിർബന്ധമായിട്ട് മീറ്റണം. ഇതാണ് ലഘു. ഗ ഗ ഗ രി ഗ പ ഗ പ. ഒന്നുകൂടി. പിന്നെ ആദ്യത്തെ ധൃതം ഗ ഗ ദ ദ പ ഗ ഗ വരെ. ഇതാണ് സ്വരം. പക്ഷെ നമ്മൾ ഈ സ്വരം എല്ലാം മീറ്റ് വായിക്കുന്നില്ല. അത്രയും മീറ്റ് വായിക്കുന്നുള്ളൂ. ഗ ഗ ദ ദ പ ഗ ഗ വരെ. ഗ ഗ ദ ദ പ ഗ ഗ ദ പ ഗ പ ഗ രി സ രി. ഗാഗ ദപ വായിക്കുമ്പോൾ ഗാ എന്ന് വരണം. ദൈവത്തം പാ തള്ളി വായിക്കണം. ഗാ ഗാ എന്നുള്ളത് ജണ്ടവർഷം വായിക്കണം. ഒരു മീറ്റിൽ വായിക്കുക. പിന്നെ ഗപ ഗരി സരി. ഗ ഗ ഗ രി ഗ പ ഗ പ ഗ ഗ ദ ദ പ ഗ ഗ ദ പ ഗ പ ഗ രി സ രി. ഒന്നുകൂടി.
ഇതാണ് ചരണ സാഹിത്യം. ചരണ സാഹിത്യം കഴിഞ്ഞിട്ട് വർണ്ണത്തിൻ്റെ ഘടന അനുസരിച്ചിട്ട് 4 അല്ലെങ്കിൽ 3 ചരണസ്വരങ്ങളുണ്ടാവും. ഈ വർണ്ണത്തിൽ 4 എണ്ണം ഉണ്ട്. അതിൽ ആദ്യത്തെ 3 ഓരോ താളവട്ടമാണ്. അവസാനത്തെ ചരണസ്വരം 2 താളവട്ടമാണ്. നമുക്ക് ആദ്യത്തെ ചരണസ്വരം നോക്കാം. സാധാരണ വർണ്ണങ്ങളിൽ ആദ്യത്തെ ചരണസ്വരം ദീർഘിപ്പിച്ച അക്ഷരങ്ങൾ കൊണ്ടായിരിക്കും. 4 അക്ഷരം, 6 അക്ഷരം, 2 അക്ഷരം ഇങ്ങനെ ദീർഘിപ്പിച്ചിട്ടുള്ള സ്വരങ്ങളായിരിക്കും ആദ്യത്തെ ചരണസ്വരം. ഇതിലും അങ്ങനെ തന്നെയാണ്. ഗ രീ സ രീ ദ രീ ദ സ രീ ഗ രി. ആദ്യത്തെ ഗ 6 അക്ഷരമാണ്. ഗ രീ സ രീ ദ രീ ദ സ. പിന്നെ രീ 3 അക്ഷരം. രീ ഗ രി. ഇങ്ങനെയാണ് വായിക്കുക. നമുക്ക് ഓരോ സ്വരം എടുത്ത് നോക്കാം. ആദ്യത്തെ ഗ 6 അക്ഷരം. പിന്നെ രീ സ രീ. പിന്നെ ദ ആണ് മന്ത്രസ്ഥായിലുള്ള ദൈവത്വമാണ് വായിക്കേണ്ടത്. അതിന് രണ്ടാമത്തെ കമ്പിയിലുള്ള ഋഷഭത്തിൻ്റെ സ്വരസ്ഥാനത്ത് നിന്നും മീട്ടിട്ട് ദാലേക്ക് പോവുക. ദ 2 പ്രാവശ്യം തള്ളുക. ഒന്നുകൂടി. ഗ രീ സ രീ ദ. ആ ദായുടെ അവസാനത്തെ 2 അക്ഷരങ്ങൾക്കും താളം വരും. ദ ദ വായിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ദായിന്ന് റീയിലേക്കും റീന്ന് തിരിച്ച് ദാലേക്കും ദായിന്ന് പിന്നെ സാലേക്കും. റീ ദ സാ. ദൈവത്വം തള്ളി വായിക്കണം, ഋഷഭം തള്ളി വായിക്കണം. ഈ 2 അക്ഷരമാണ്. രീ ദ സ. പിന്നെ 3 രീ. രീ സ രീ രീ എന്ന് കേൾക്കും. സാല് മീറ്റിട്ട് പിന്നെ 2 തള്ള് റീല് കൊടുക്കണം. ശരിക്കും രീ ആണ് വായിക്കേണ്ടത്. പക്ഷെ ആ രീ വരുന്ന ആദ്യത്തെ ഋഷഭം ഷഡ്ജത്തിൽ നിന്ന് വരുമ്പോൾ ഉള്ള സ്വരമായിട്ട് കേൾക്കും. പിന്നെ ഗ രി. രീ ഗ രി. അവസാനത്തെ അക്ഷരം 1 ഉണ്ടാവുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കണം. വർണ്ണമായാലും കീർത്തനമായാലും എന്ത് ആയാലും ഒരു താളവട്ടത്തിൻ്റെ അവസാനത്തെ സ്വരം സിംഗിൾ ലെറ്റർ ആയിരിക്കും. റെയർ എക്സെപ്ഷൻസ് ഉണ്ടാവും. പക്ഷേ പൊതുവെ നമ്മൾ ജനറലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു താളവട്ടത്തിൻ്റെ അവസാനത്തെ സ്വരം
ഒറ്റ സ്വരമായിരിക്കും. അത് കഴിഞ്ഞാൽ ഉടനെ ആദ്യ താളവട്ടം തുടങ്ങുന്ന പോലെ ഉണ്ടാവും. ഇതും അങ്ങനെ തന്നെയാണ്. റീ ഗ രി സന്നു ത എന്ന് തുടങ്ങണം. അതായത് ഈ ഗ ഗ ഗ എന്നുള്ളത് ചരണത്തിൻ്റെ സാഹിത്യമാണ് സന്നു താങ്ക എന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പുള്ള വരുന്ന സ്വരം ഒറ്റ സ്വരമായിരിക്കും, റീ മാത്രം. അവിടെ ദീർഘമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒന്നുകൂടി ഗ റീ സ റീ ദ റീ ദ സ റീ ഗ രി ഗ ഗ ഗ രി ഗ പ ഗ പ ഗ ഗ ദ ദ പ ഗ ഗ ദ പ ഗ പ ഗ രി സ രി ഗ രി സ രി ദ രി ദ സ രി ഗ രി സ. ഇതാണ് ചരണത്തിൻ്റെ സാഹിത്യം, ഒരു താളവട്ടവും അതിൻ്റെ ആദ്യത്തെ സ്വരവും. ഇനി 3 താളവട്ടം, മൂന്ന് സ്വരമുണ്ട്. രണ്ടാമത്തേതും മൂന്നാമത്തേതും ഓരോ താളവട്ടവും, 4ാമത്തെ സ്വരം 2 താളവട്ടവും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.